ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ പല പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 2 തക്കാളി, ഒരു 2 വലിപ്പമുള്ള സവാള, 3 വയനയില, 3-4 ഗ്രാമ്പൂ, പിന്നീട് ഒരു കഷ്ണം ഇഞ്ചി, 5-8 അല്ലി വെളുത്തുള്ളി, കുറച്ച് കാഷ്നട്ട്, പിന്നെ ജാതിപത്രി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏലക്കയും കൂടി എടുക്കണേ, പിന്നെ പട്ട, ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന വേറൊന്നുമല്ല, ബട്ടർ അല്ലെങ്കിൽ ഓയിലിൻ്റെ അകത്ത് ഇതെല്ലാം ഒന്ന് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മളിത് നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങ് അരച്ചെടുക്കുക ചെയ്യുന്നത്. ഞാൻ മൊത്തത്തിൽ അങ്ങ് ഇടുകയാണ് കേട്ടോ സാധാരണ. പിന്നെ ഒരു 5-8 മുളക് നമ്മളൊന്ന് ചൂടുവെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം വാടി വന്നിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെയൊക്കെ ഈ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നോർത്ത് ഇന്ത്യൻസ് നോൺ വെജ് കഴിക്കാത്ത കാരണം ഇവരുടെ ഫേവറേറ്റ് ഉള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പനീറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക കേട്ടോ. വെള്ളം ഞാൻ ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. ആ തക്കാളിയിലുള്ള ആ ഒരു വെള്ളമൊക്കെ കൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടുമേ. നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് അരച്ചെടുക്കുക ആദ്യം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന സത്യം പറഞ്ഞാൽ ബട്ടൂര അല്ലെങ്കിൽ നാന് ഇതൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും എൻ്റെ ഒരു റെസിപ്പിയും കൂടെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എന്നൊക്കെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി മടുക്കുന്ന സമയത്തും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി മടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്നത് 3-4 മുളക് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം. പിന്നെ ഇങ്ങനെ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അതിനാണ് അങ്ങനെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ആ വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതങ്ങോട്ട് അരച്ച് മാറ്റുന്നുണ്ട്. ഇനി ചെയ്യുന്ന വേറൊന്നുമല്ല, നമ്മളതാണ്ട പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ കടായി അല്ലെങ്കിൽ പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക. ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല അപ്പടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കഴുകിയിട്ട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ നമ്മളുടെ മുളക് പൊടി. ഇത് മട്ടറാണ്, നല്ല ഫ്രഷ് മട്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പൊളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 കപ്പോളം ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിക്കുക. നല്ല രീതിയിൽ മട്ടറൊക്കെ നന്നായിട്ട് വേവണേ. ഇനി നമ്മൾ ചേർക്കുന്ന മെയിനായിട്ടുള്ള സംഭവം നമ്മുടെ പനീറാണ് കേട്ടോ. അപ്പോൾ പനീർ നല്ല ചെറുതായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യുക കേട്ടോ. പനീറിൻ്റെ പല റെസിപ്പികളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണുക കേട്ടോ. നോർത്ത് ഇന്ത്യയിലെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡിഷാണ് ഈ പനീർ തന്നെ പല രീതിയിലുണ്ടാകും. ഷാഹി പനീർ, ബട്ടർ പനീർ, കടായി പനീർ, അങ്ങനെ പലതരത്തിൽ പനീർ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ പല രീതിയിൽ ഉണ്ടാക്കുന്ന പോലെ ഇവർ ഈ സത്യം പറഞ്ഞാൽ അവരുടെ നോൺ വെജ് ആണ് ഈ സംഭവം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പനീറൊക്കെ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു അല്പം ഉപ്പ് ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എണ്ണയ്ക്കകത്തൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്കത് വേണ്ടൊരു ബട്ടൂര ഉണ്ടാക്കണ്ടേ. അതിനായിട്ട് 2-2.5 കപ്പോളം മൈദ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തപ്പോൾ ഇനോ ചേർക്കുന്ന അത്ര ഹെൽത്തി അല്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല അതിനെക്കുറിച്ച് ശാസ്ത്രീയമായ വശങ്ങളൊന്നും എനിക്കറിയത്തില്ല. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ നമ്മൾ ചേർക്കുന്നത് തൈരാണ് കേട്ടോ. നല്ല പുളിയുള്ള തൈരാണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മളുടെ ഇനോയാണ്. ഇവിടെയുള്ള എല്ലാവരും ഇനോ ചേർക്കാറുണ്ട്. അപ്പോൾ ഇനോ നമുക്ക് മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ. നമ്മൾ ഡെയിലി ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ, വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് ഞാൻ ചേർത്ത് നല്ല രീതിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പനീറൊക്കെ ഫ്രൈ ചെയ്തിട്ട് മട്ടറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പനീർ ഫ്രൈ അങ്ങോട്ട് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടെ തൂക്കിയതിന് ശേഷം കുഞ്ഞി എൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട് കേട്ടോ റെക്കോർഡിങ്ങിൽ. അപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്ത് കുഞ്ഞി അടങ്ങിരി. പിന്നെ നമ്മളതിൽ ചേർക്കുന്നത് നമ്മുടെ കസൂരി മേത്തിയാണ്. ഉലുവയുടെ ഇല ഉണങ്ങി വരുന്നതാണ് പാക്കറ്റിൽ. അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഈ മുളക് ഇങ്ങനെ അങ്ങ് ഇടുകയാണ്. ഇനി നമ്മളിതാ കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ മൈദയുടെ കൂട്ടില്ലേ, അതിൽ നിന്ന് ഓരോരോ ബോൾ എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വരത്തില്ല. അതായത് പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് ഷേപ്പൊന്നും വേണമെന്നില്ല കേട്ടോ. ഏത് ഷേപ്പിലാണെങ്കിലും നല്ല തിന്നായിട്ട് അങ്ങോട്ട് പരത്തി കൊടുക്കുക. ഇതിപ്പം എനിക്ക് ഷേപ്പ് ആക്കിയെടുക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടൊന്നും അല്ല, ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല തിന്നായിട്ട് പരത്തി കൊടുത്ത് നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നീട് നമുക്ക് ഇനോ ചേർക്കാൻ ഇഷ്ടമല്ല എങ്കിൽ വേറൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണുള്ള ഐഡിയ ആണെന്നുണ്ടെങ്കിൽ ഈവനിങ്ങിൽ നൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് നന്നായിട്ട് ഈസ്റ്റോ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും പഞ്ചസാരയും
പിന്നെന്താ തൈരൊക്കെ ചേർത്ത് മൈദ അങ്ങ് കുഴച്ച് വെക്കുക. എന്നിട്ട് രാവിലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പനീറൊക്കെ സെറ്റായിട്ടുണ്ട്, കറി ആയിട്ടുണ്ട്. മട്ടർ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഞാനൊരു ബട്ടൂര എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മട്ടർ പനീർ അവിടെ എടുത്ത് വെക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ ഡിഷ് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ലതാണ്. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഡെയിലി ഒന്നും ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല, ഓയിലിയാണ്. അതുകൊണ്ടിട്ട് നമ്മളെന്താ വല്ലപ്പോഴൊക്കെ ആവാം കേട്ടോ. ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്തും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. മട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ക്യാപ്സിക്കം ചേർത്താലും മതി അതിന് പകരം. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.